ഹലോ കൂട്ടുകാരി, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, നിങ്ങൾക്ക് സ്നാക്സായും ഉണ്ടാക്കാവുന്ന ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇത്. നമ്മുടെ വീട്ടിൽ ചപ്പാത്തിക്കും ബാക്കി വരില്ലേ? അപ്പോൾ നിങ്ങൾക്ക് സാധാരണ എന്താ ചെയ്യുക? അപ്പോൾ ചപ്പാത്തി ബാക്കി വരാണെങ്കിൽ ഈ ഒരു തവണ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതായത് ചപ്പാത്തി ചെറുതായിട്ട് ബാക്കി വന്നത് ഒന്ന് പൊട്ടിച്ചിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കണം. ഈ മിക്സിയിൽ അടിച്ചെടുത്തത് നന്നായി ഭയങ്കരമായിട്ട് നൈസായിട്ട് പൊടിച്ചെടുക്കരുത്, ഒരു മീഡിയം ലെവലിൽ പൊടിച്ചെടുക്കുക. അതിനുശേഷം ഒരു ചീഞ്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുന്നതോടുകൂടി ഒരു സബോള അരിഞ്ഞത് അതിലിടണം. പിന്നെ ഒരു തക്കാളി ചെറുതായി നുറുക്കിയത് അതിലോട്ട് ഇടണം. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അല്പം ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഇടാം. അതുപോലെ തന്നെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, പിന്നെ നിങ്ങളുടെ ആവശ്യത്തിന് കുരുമുളക് പൊടിയും ഇതിലിടാം. കുരുമുളക് പൊടി അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചാണ്. 1/2 സ്പൂണോ 3/4 സ്പൂണോ 1 സ്പൂൺ എത്ര വേണമെങ്കിലും ഇടാം. പിന്നെ അതിലോട്ടൊരു നുള്ളു മസാലപ്പൊടി കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് അതിലോട്ടൊരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഈ മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതായത് നമ്മുടെ കൊത്തിപ്പൊരിയൊക്കെ ചെയ്യില്ലേ, അതേ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ അതൊന്ന് വെന്ത് കിട്ടുന്നതോടുകൂടി നമ്മൾ മീഡിയം ലെവലിൽ പൊടിച്ച ആ ചപ്പാത്തി ഇതിലോട്ട് ഇട്ടിട്ട് നമ്മളൊന്ന് യോജിപ്പിച്ചെടുക്കുക. നമ്മുടെ ഐറ്റം റെഡിയായി. ഇത്രയേ ഉള്ളൂ. ഈ കൊത്തു പൊറോട്ട നമ്മൾ കഴിക്കില്ലേ, അതേപോലത്തെ ഒരു ടേസ്റ്റാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് സ്നാക്സ് ആയോ ബ്രേക്ക്ഫാസ്റ്റ് ആയോ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അത് കൂട്ടി കഴിക്കാം. അപ്പോൾ നിങ്ങളിത് വീഡിയോ ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ബൈ.